മമ്മൂട്ടി നായകനായിട്ട് വരുന്ന ഫയർമാൻ എന്ന സിനിമ. ഈ ഒരു പടം ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. കാരണം ഈ ഒരു സിനിമ ഇറങ്ങുന്നതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിൽ ചാല എന്ന സ്ഥലത്ത് ഒരു ടാങ്കർ ലോറി അപകടമുണ്ടാവുന്നത്. ഞാനൊരു കണ്ണൂർക്കാരനായതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയും അതിന്റെ സ്റ്റോറിയും എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ കണക്ട് ആവുന്ന ഒന്നായിരുന്നു. ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം പിന്നീട് റോട്ടിലൂടെ ഓരോരോ ടാങ്കർ ലോറികളെല്ലാം പോകുന്നത് കാണുമ്പം എനിക്ക് പേടിയാവും. പക്ഷേ ഈ ഒരു പടം അക്കാലത്തെ മലയാളത്തിലെ മികച്ചൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിട്ട് കൂടി പടം വേണ്ടത്ര വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു പടത്തിന് ശേഷം ഉണ്ണി മുകുന്ദന്റേതായിട്ട് വൻ ഹൈപ്പിലൊരു സിനിമ റിലീസായി. 1990 മമ്മൂട്ടി നായകനായിട്ട് വന്ന് വലിയ രീതിയിൽ വിജയിച്ച സാമ്രാജ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം. ഈ ഒറ്റൊരു കാരണം മാത്രം പോരെ ആ ഒരു പടത്തിന്റെ ഹൈപ്പ് അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ബോംബ് എന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ എന്റെ മോനെ, ആറ്റം ബോംബിനും ആ ഒരു സിനിമ. അയ്യോ, സിനിമയല്ല, സോറി ക്ഷമിക്കണം, സീരിയല്. ഇതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ വന്നതിൽ ഏറ്റവും മോശം സിനിമ. നിങ്ങൾ കേൾക്കണം, IMDbയിൽ 1.7 ആണ് ഈ ഒരു സിനിമയുടെ റേറ്റിംഗ്. വെറും 1.7. അതിലൂടെ തന്നെ മനസ്സിലാക്കുക ഈ ഒരു സിനിമയുടെ നിലവാരം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്.